സന്യാസി സമൂഹമായ കിന്നർ അഖാഡയിലെ മഹാമണ്ഡലേശ്വർ സ്ഥാനം, അതായത് സന്യാസിനി എന്ന പദവി ഔദ്യോഗികമായി രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുകയാണ് ബോളിവുഡ് താരം മമത കുൽക്കർണി. കഴിഞ്ഞ ദിവസം പങ്കിട്ട ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയാണ് സന്യാസി സമൂഹത്തിലെ സ്ഥാനം മുൻകാല ബോളിവുഡ് നടി രാജിവെച്ചതായി അറിയിച്ചത്. മമതയുടെ സന്യാസി സ്ഥാനം കൊടുക്കുന്നതിനെ ചൊല്ലി സന്യാസി സമൂഹമായ കിന്നർ അഖാഡയിൽ ഭിന്നത രൂക്ഷമായിരുന്നു. ആചാര്യ മഹാമണ്ഡലേശ്വർ ലക്ഷ്മി നാരായൺ ത്രിപാഠിയും സന്യാസി സമൂഹത്തിന്റെ സ്ഥാപകൻ ഋഷി അജയ്ദാസും തമ്മിലായിരുന്നു നടിക്ക് മഹാമണ്ഡലേശ്വർ സ്ഥാനം നൽകുന്നതിനെ ചൊല്ലി വലിയ തർക്കമുണ്ടായത്. കൂടാതെ കിന്നർ അഖാഡയിലെ സന്യാസി സമൂഹത്തിലെ നിരവധി സന്യാസിമാർ മമത കുൽക്കർണിയുടെ സന്യാസ പദവിയെ എതിർത്തിരുന്നു. തുടർന്ന് സന്യാസി സമൂഹം സ്ഥാപകൻ ഋഷി അജയ്ദാസ് നടി മമത കുൽക്കർണിയെയും അവരെ പദവിയിലേക്ക് നിയമിച്ച ലക്ഷ്മി നാരായൺ ത്രിപാഠിയെയും സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 2017 അഖാഡയിൽ നിന്ന് തന്നെ പുറത്താക്കിയ അജയ്ദാസ് ആരാണെന്ന് മമതയെ പദവിയിൽ നിന്ന് നീക്കിയതിന് പിന്നാലെ ലക്ഷ്മി നാരായണ ത്രിപാഠി ചോദിച്ചിരുന്നു. മുമ്പ് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും മമതയ്ക്ക് മഹാമണ്ഡലേശ്വർ എന്ന സ്ഥാനം നൽകി സന്യാസി സമൂഹത്തിൽ ചേർത്ത് കിന്നർ അഖാഡയുടെ തത്വങ്ങളെ ത്രിപാഠി അട്ടിമറിച്ചതായി അജയ്ദാസ് ആരോപിക്കുകയും ചെയ്തു. മമത കുൽക്കർണി സന്യാസി പദം സ്വീകരിച്ചത് നിലനിൽക്കില്ലെന്നാണ് അജയ്ദാസ് വിശദീകരിച്ചത്. ആചാര്യ ലക്ഷ്മി നാരായൺ മഹാകുംഭവേളയിൽ മമത കുൽക്കർണിയെ മഹാമണ്ഡലേശ്വരിയായി പ്രഖ്യാപിച്ചത് വലിയ വാർത്തയായി മാറിയിരുന്നു. ഇതോടെ ക്രിമിനൽ പശ്ചാത്തലം കൂടിയുള്ള നടിക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം രോഷം തിളച്ചതോടെയാണ് മമത ഒരു വീഡിയോ പങ്കുവച്ച് മഹാമണ്ഡലേശ്വർ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത്. ഞാൻ മഹാമണ്ഡലേശ്വർ സ്ഥാനം രാജിവെക്കുന്നു. എന്റെ പദവി കാരണം രണ്ട് കൂട്ടരും തമ്മിൽ നടക്കുന്ന വഴക്ക് ശരിയല്ല. 25 വർഷമായി ഞാൻ സാധ്വിയാണ്. ഞാനത് തുടരും. മഹാമണ്ഡലേശ്വർ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച ബഹുമതിയുടെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തുന്നവർ 25 വർഷം നീന്തൽ പഠിച്ച ശേഷം വീണ്ടും കുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞതിന് തുല്യമാണ്. ശങ്കരാചാര്യനോ മറ്റാരെങ്കിലുമോ ആകട്ടെ, എന്നെ മഹാമണ്ഡലേശ്വരനായി നിയമിച്ചതിൽ പലർക്കും പ്രശ്നങ്ങളുണ്ടായതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് മമത കുൽക്കർണി വീഡിയോയിൽ പറഞ്ഞത്. 90കളിലെ സെക്സ് ബോംബ് എന്നറിയപ്പെട്ടിരുന്ന നടി മമത കുൽക്കർണി എന്നും വിവാദങ്ങളിൽപ്പെട്ടിരുന്നു. മറാത്തയിലുള്ള ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് അപ്രതീക്ഷിതമായി സിനിമയിലെത്തിയ മമതയെ തേടിയെത്തിയത് വിവാദങ്ങളുടെ പെരുമഴ തന്നെയായിരുന്നു. അതിലൊന്നാണ് 2000 കോടിയുടെ മയക്കുമരുന്ന് കേസ്. അതിൽപ്പെട്ട് പങ്കാളി വിക്കി ജയിലിലായി. ബോംബെ അധോലോക നായകൻ ഛോട്ടാ രാജനുമായുള്ള ബന്ധം സ്റ്റാർഡസ്റ്റ് മാഗസിനിൽ ടോപ്ലെസ്സായി പോസ്റ്റ് ചെയ്തത്. കാലിത്തീറ്റ കുംഭകോണ കേസിലെ പ്രതിയായ MLAയുടെ വീട്ടിലെ നഗ്നനൃത്തം. ലാലു പ്രസാദ് യാദവുമായി അടുത്ത ബന്ധമുള്ള ഒരു RJD MLAയുടെ പാർട്ടിയിൽ മമത നൃത്തമാടിയതാണ് വിവാദമായത്. ഇത് നഗ്നനൃത്തമായിരുന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ മമതയുമായി ബന്ധപ്പെട്ടവർ ഇത് നിഷേധിച്ചിരുന്നു. പക്ഷേ ഈ നൃത്തത്തിന് 1.25 കോടി രൂപയാണ് പ്രതിഫലം വാങ്ങിയത്. അക്കാലത്ത് ഒരു ഹീറോയ്ക്ക് പോലും കിട്ടാത്ത വലിയ തുകയായിരുന്നു ഈ 1.25 കോടി രൂപ. അവസാനമാണ് അവർ സന്യാസത്തിലേക്ക് കടന്നത്. അതും വിവാദമായി.